ഇന്ന് നമുക്ക് എണ്ണയിൽ മുക്കി പൊരിക്കാണ്ട് പഞ്ചസാര ഇല്ലാണ്ട് പഴം വെച്ചിട്ട് ഒരു കിട്ടിലൻ ഐറ്റം നോക്കിയാലോ. ഭയങ്കര സിമ്പിളായിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിട്ടിലൻ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുവേ, ഭയങ്കര ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് പുഴുങ്ങി നമുക്ക് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നല്ലതുപോലെ തന്നെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നല്ലോണം തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. ഞാൻ എടുത്ത പഴം നല്ല പഴുത്ത പഴമാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നേ. അപ്പം നിങ്ങളും അത്യാവശ്യം നല്ല പഴുത്ത പഴം എടുക്കാൻ നോക്കുക. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഗോതമ്പ് പൊടി ആകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിയും കൂടിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി വേണ്ടത് 1/2 കപ്പ് തേങ്ങയും കൂടിയാണ്. ഇനി നമുക്ക് ശർക്കര എടുക്കാം കേട്ടോ. പൊടിച്ച ശർക്കരയാണ് ഞാൻ എടുക്കുന്നത്. അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി നിങ്ങൾ ശർക്കര പാനിയാണ് ഒഴിക്കുന്നത് എങ്കിൽ അത് നിങ്ങളൊന്ന് അരിച്ചൊഴിക്കാൻ നോക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പഴത്തിലേക്ക് നമ്മളുടെ ഗോതമ്പ് പൊടിയും തേങ്ങയും എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മിക്സ് ആവുന്നത് പോലെ കൈ വെച്ച് നല്ലോണം തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും കൂടി വറുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് അതും കൂടി വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നേന്ത്രപ്പഴം കിട്ടുന്ന സമയത്ത് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലനായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് വരെ നമുക്കിത് കൊടുക്കാം കേട്ടോ. അത്രക്കും ടേസ്റ്റും ഈസിയും ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു വാഴൻ്റെ ഇലയാണ്. അപ്പോൾ ഞാൻ വാഴൻ്റെ ഇല ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ മടക്കി എടുക്കുമ്പം എന്താ പറയുക, കീറിപ്പോവില്ല. അപ്പോൾ ഞാൻ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല അടേൻ്റെ ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്വയർ അങ്ങനെയാണ് കേട്ടോ, ഇതേപോലെ മടക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഷേപ്പിലാണോ ഉണ്ടാക്കാൻ ഈസി ആ ഒരു ഷേപ്പിലേക്ക് നിങ്ങൾക്കിത് ആക്കിയെടുക്കാം കേട്ടോ. നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ആക്കിയെടുക്കാം. നമ്മൾ എടുക്കുന്ന പഴം അത്യാവശ്യം നല്ല മധുരമുള്ള പഴമാണ് എങ്കിൽ ആ ഒരു മധുരം മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ശർക്കര പൊടിച്ചതും അല്ലെങ്കിൽ ശർക്കര പാനിയൊന്നും ഇല്ലാണ്ടും നമുക്ക് നല്ല പഴുത്ത പഴമാണ് എങ്കിൽ നമുക്ക് അങ്ങനെയും ഉണ്ടാക്കാം. ശർക്കര ആയതുകൊണ്ട് തന്നെ ഭയങ്കര അൺഹെൽത്തി ഒന്നും അല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാം ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ആവി പാത്രത്തിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലനായിട്ടുള്ള സ്നാക്കല്ലേ. ഇനിയിപ്പോൾ ഈവനിങ്ങിൽ നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. എണ്ണയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്താ പറയുക പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹെൽത്തിയും കൂടിയാണ്. അപ്പം ഇനി പഴം കിട്ടുന്ന സമയത്ത് ഇതേപോലെ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള അടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ അത് 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റോളം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റും ഭയങ്കര സ്മെല്ലും ഒക്കെയാണ് കേട്ടോ. നമ്മൾ ഏലക്കാപ്പൊടി ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബായ്.